ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏതൊരു റിസർച്ചർക്കും അത്യാവശ്യമുള്ള ഒരു ടൂളിനെ കുറിച്ചാണ്. ജേണൽ ഡേറ്റാബേസുകൾ. അറിവിന്റെ ഈ വലിയ ലോകത്ത് ശരിയായ വഴി കാണിച്ചു തരുന്നവയെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാം. ഒരു റിസർച്ച് തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാവരും ആദ്യം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. ആ ആദ്യത്തെ കടമ്പ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം ഇതാണല്ലേ, ഇത്രയധികം ഇൻഫർമേഷൻ ചുറ്റുമുള്ളപ്പോൾ എവിടെ തുടങ്ങണം എന്നൊരു കൺഫ്യൂഷൻ വരുന്നത് സ്വാഭാവികമാണ്. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ഗ്ലോബൽ വാർമിങ്ങിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റാണെന്ന് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഈ വിഷയത്തിൽ ഇതുവരെ എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ എങ്ങനെ അറിയും? മുൻപ് നടന്ന പഠനങ്ങളെക്കുറിച്ച് അറിയാതെ പിന്നെങ്ങനെയാ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുക? അപ്പോ ഈ വലിയ ചോദ്യത്തിനുള്ള ഒരു കിടിലൻ ഉത്തരമാണ് ജേണൽ ഡേറ്റാബേസുകൾ. എന്താണിതെന്ന് നമുക്ക് നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യലൈസ്ഡ് ഗൂഗിൾ സെർച്ച് പോലെയാണ്. പക്ഷേ ഇത് സാധാരണ വെബ്സൈറ്റുകളല്ല, മറിച്ച് അക്കാഡമിക് ജേണലുകളിലെ ആധികാരികമായ ആർട്ടിക്കിൾസ് ആണ് നമുക്ക് മുന്നിലെത്തിക്കുന്നത്. ഈ ഡേറ്റാബേസുകൾ തന്നെ രണ്ട് ടൈപ്പുണ്ട്. ചിലത് എല്ലാ വിഷയങ്ങളെപ്പറ്റിയുമുള്ള വിവരങ്ങൾ തരും. അവയെ നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി എന്ന് വിളിക്കും. എന്നാൽ മറ്റു ചിലതുണ്ട്, അവ ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്യും. അതാണ് സ്പെഷ്യലൈസ്ഡ്. ഓക്കെ, ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ പകുതി പണി എളുപ്പമാകും. ഇവിടെ കാണുന്ന ഈ രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഒന്ന് ഇൻഡെക്സിംഗ്, മറ്റൊന്ന് ഫുൾ ടെക്സ്റ്റ്. ഇൻഡെക്സിംഗ് ഡേറ്റാബേസിൽ നിങ്ങൾക്ക് ആർട്ടിക്കിളിന്റെ പേര്, എഴുതിയ ആളുടെ പേര്, ഒരു ചെറിയ ചുരുക്കം, അതായത് മെറ്റാഡേറ്റ, അതൊക്കെ കിട്ടും. പക്ഷേ മുഴുവൻ ആർട്ടിക്കിളോടെ കാണില്ല. അതേസമയം ഒരു ഫുൾ ടെക്സ്റ്റ് ഡേറ്റാബേസിൽ ഈ പറഞ്ഞ വിവരങ്ങളെല്ലാം ഉണ്ടാകും. അതിന്റെ കൂടെ ആർട്ടിക്കിൾ മുഴുവനായി ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഇനി ഇതൊക്കെ എങ്ങനെയാ കിട്ടുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ? മിക്ക ഡേറ്റാബേസുകളും ശരിക്കും പെയ്ഡ് സർവീസുകളാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റികളും ലൈബ്രറികളുമൊക്കെയാണ് ഇതിന് പണം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ചിലത് നമുക്ക് ഫ്രീ ആയി കിട്ടുന്നതും ചിലതിന് പണം കൊടുക്കേണ്ടി വരുന്നതും. ശരി, അപ്പം നമുക്ക് ഏറ്റവും പോപ്പുലറായ, നിങ്ങൾ എന്തായാലും കേൾക്കാനിടയുള്ള കുറച്ച് ഡേറ്റാബേസുകളെ ഒന്ന് പരിചയപ്പെട്ടാലോ? ആദ്യം തന്നെ നമുക്ക് ഈ ഫീൽഡിലെ ഭീമന്മാരെ കാണാം. അതായത് ഒരുവിധം എല്ലാ വിഷയങ്ങളിലും കൈവച്ചിട്ടുള്ള വലിയ മൾട്ടി ഡിസിപ്ലിനറി ഡേറ്റാബേസുകൾ. ഇതിലെ പ്രധാനികളാണ് സ്കോപ്പസും വെബ് ഓഫ് സയൻസും. ലോകത്തുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ അവരുടെ റിസർച്ചിന്റെ ക്വാളിറ്റി അളക്കാൻ വരെ ഈ ഡേറ്റാബേസുകളെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ രണ്ടും പെയ്ഡാണ്, സബ്സ്ക്രിപ്ഷൻ വേണം. എന്നാലും സ്കോപ്പസിലൊക്കെ ചിലപ്പോൾ ആർട്ടിക്കിളിൽ ഒരു ചുരുക്കമൊക്കെ നമുക്ക് ഫ്രീ ആയി കാണാൻ പറ്റിയേക്കും. ഇനി നമുക്ക് ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്തേക്ക് പോകാം. നിങ്ങൾ ഒരു പ്രത്യേക ഫീൽഡിലാണ് റിസർച്ച് ചെയ്യുന്നതെങ്കിൽ ഇവ നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഇനിയാണ് ശരിക്കുള്ള സന്തോഷവാർത്ത. ഇവിടെ കാണുന്ന ഈ രണ്ട് ഡാറ്റാബേസുകളും, പബ്മെഡും എരിക്കും, ഇവ രണ്ടും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾ മെഡിസിൻ അല്ലെങ്കിൽ ബയോളജിക്കൽ സയൻസിലാണെങ്കിൽ പബ്മെഡിലേക്ക് പോകാം. എഡ്യൂക്കേഷനാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ എരിക്കിലേക്ക് പോകാം. ₹1 പോലും കൊടുക്കാതെ അറിവിന്റെ വലിയൊരു ലോകം തന്നെ ഇവിടെ തുറന്നുകിട്ടും. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്പെഷ്യലിസ്റ്റ് ഡേറ്റാബേസുകൾ കൂടി നോക്കാം. എഞ്ചിനീയറിംഗ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, ഈ ഫീൽഡുകളിലൊക്കെ ഒരുപാട് നല്ല ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ കാണുന്നവ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇതിനെ ഒരു ഹൈബ്രിഡ് മോഡൽ എന്ന് പറയാം. അതായത് IEEE എക്സ്പ്ലോർ, സയൻസ് ഡയറക്റ്റ്, JSTOR, ഇതിലെല്ലാം നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് സെർച്ച് ചെയ്യാം, അതിന്റെ ആബ്സ്ട്രാക്ട് അഥവാ ചുരുക്കം വായിക്കാം. ഇതൊക്കെ ഫ്രീയാണ്. പക്ഷേ ആർട്ടിക്കിൾ മുഴുവനായി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കോളേജിനോ യൂണിവേഴ്സിറ്റിക്കോ സബ്സ്ക്രിപ്ഷൻ വേണം. ഇനി നമുക്ക് ഓപ്പൺ ആക്സസ് എന്നൊരു ആശയത്തെപ്പറ്റി സംസാരിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സും പരിചയപ്പെടാം. DOAJ, അതായത് ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് ജേണൽസ്. പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇത് ആർക്കും സൗജന്യമായി വായിക്കാൻ പറ്റുന്ന ജേണലുകളുടെ ഒരു ലിസ്റ്റാണ്. സ്വീഡനിലെ ലുണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോജക്റ്റാണിത്. ഫ്രീ ആയിട്ട് ആധികാരികമായ വിവരങ്ങൾ വേണ്ട ഏതൊരു ഗവേഷകനും ഇതൊരു നിധി തന്നെയാണ്. ഇതുവരെ നമ്മൾ ഗ്ലോബൽ ഡാറ്റാബേസുകളാണ് കണ്ടത്. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് വരാം. പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ച് പഠിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒന്നാണിത്. കേരള ഇൻഡെക്സ്. ഇത് കേരള യൂണിവേഴ്സിറ്റി ലൈബ്രറി തയ്യാറാക്കുന്ന ഒന്നാണ്. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കൂ. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നിലാനദിയെക്കുറിച്ച് പഠിക്കണമെന്നിരിക്കട്ടെ. നിങ്ങൾ നിള എന്ന് സെർച്ച് ചെയ്താൽ മതി.
നിളയെക്കുറിച്ച് പലയിടത്തായി പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾസിന്റെ എല്ലാം വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ആർട്ടിക്കിൾ കയ്യിൽ കിട്ടാൻ ചിലപ്പോൾ ലൈബ്രറിയിൽ പോകേണ്ടി വരും, പക്ഷേ എന്തൊക്കെ പഠനങ്ങൾ നടന്നിട്ടുണ്ടെന്നറിയാൻ ഇതിലും നല്ലൊരു വഴിയുമില്ല. അപ്പോൾ നമ്മൾ കുറേ ഡേറ്റാബേസുകളിലൂടെയൊക്കെ ഒന്ന് ഓടിച്ചുപോയി. ഇനി ഇതിൽ നിന്നെല്ലാം നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നുകൂടി പറയാം. ഒന്നാമത്തെ കാര്യം, ഡാറ്റാബേസുകളാണ് നിങ്ങളുടെ റിസർച്ച് യാത്രയിലെ വഴികാട്ടി. രണ്ടാമത്, ഇൻഡെക്സിങ്ങും ഫുൾ ടെക്സ്റ്റും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കുക. എപ്പോഴും ഫ്രീ ആയി കിട്ടുന്ന ഓപ്ഷൻസും നിങ്ങളുടെ ലൈബ്രറിയിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്നും ആദ്യം തന്നെ നോക്കുക. പിന്നെ കേരള ഇൻഡെക്സ് പോലെയുള്ള ലോക്കൽ റീസോഴ്സുകളെ ഒരിക്കലും വില കുറച്ച് കാണരുത്. അപ്പോൾ നമ്മൾ ഈ വിഷയം ഇവിടെ നിർത്തുമ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്. നമ്മൾ പെയ്ഡ് ഡാറ്റാബേസുകളും കണ്ടു, DOAJ പോലെ സൗജന്യമായ അറിവ് തരുന്നവയും കണ്ടു. അപ്പോൾ ശരിക്കും അറിവിലേക്കുള്ള വഴി എപ്പോഴും പണം കൊടുത്ത് വാങ്ങേണ്ട ഒന്നാണോ? ഇതൊന്നാലോചിച്ചു നോക്കൂ. നമുക്ക് അടുത്ത തവണ കാണാം.